ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 60 മുതൽ 80% വരെ വിന്നിംഗ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. നിങ്ങൾ ഈ ഒരു റൂൾസുകളെല്ലാം ഫോളോ ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് BTCയിലാണ്, ബിറ്റ് കോയിനിലാണ്, BTC USDയിലാണ് ഈ ഒരു സ്ട്രാറ്റജി. പല ആളുകളും ചോദിച്ചിരുന്നു ബിറ്റ് കോയിനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരും എന്നുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. എൻ്റെ ട്രേഡുകൾ ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയാണ് ബിറ്റ് കോയിനിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണം, ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളവർ, നിങ്ങൾക്ക് ഡെമോ ട്രേഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും XNSൻ്റെ ബ്രോക്കറുടെ അക്കൗണ്ട് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പഠിച്ച ശേഷം മാത്രം നിങ്ങൾ റിയൽ അക്കൗണ്ടിലേക്ക്, റിയൽ വേൾഡിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് എന്നുള്ളത് സ്കില്ലാണ്. ആ സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി. അപ്പോൾ സ്ട്രാറ്റജിക്ക് പകുതി മാത്രമേ, 50% താഴെ മാത്രമേ നിങ്ങൾക്ക് സ്ട്രാറ്റജിക്ക് പ്രാധാന്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ സൈക്കോളജി, അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിങ്, പൊസിഷൻ സൈസിങ്, റിസ്ക് റിവാർഡ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ എടുക്കുന്നത് BTC USD ബിറ്റ് കോയിനിലാണ്. ബിറ്റ് കോയിനിൽ നമ്മൾ എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, XNSൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24/7 ആണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റാണ് BTC USD അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ BTC USD എന്ന് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് BTC USDൻ്റെ ഒരുപാട് ചാർട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ക്രിപ്റ്റോ എന്നുള്ളത്, നിങ്ങൾക്ക് ഏത് ബിനാൻസോ ക്രിപ്റ്റോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് എടുക്കാം. അപ്പോൾ ആ ഒരു ചാർട്ട് എടുത്ത ശേഷം ഇതിൽ 4 അവറിൻ്റെ ടൈം ഫ്രെയിമിലാട്ടോ ഞാൻ ചെയ്യുന്നത്. BTC ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ബിറ്റ് കോയിനിൽ ഈ ഒരു 4 അവർ അല്ലെങ്കിൽ 1 അവറിന് മുകളിൽ മാത്രം എടുക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് 4 അവറാണ്. കാരണം ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും വരിക. മറ്റുള്ള ടൈം ഫ്രെയിമിലൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മിനിമം 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് മാനിപ്പുലേഷൻസ് നടക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവണം. നിങ്ങൾക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞിരുന്നു. ചേഞ്ച് ഓഫ് കാറ്റും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും പുൾ ബാക്കും, ഇത് നിർബന്ധമായിട്ടും നമ്മൾ ഏത് മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കൽ നിർബന്ധമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സ്ട്രാറ്റജികളൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫസ്റ്റ് ഒരു ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ, പിന്നെ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, പിന്നെ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടറായി, പിന്നെ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ മാപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് അത് ഫുള്ള് കാണുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നീട് SMC എന്ന് പറഞ്ഞിട്ട് ഒരു ട്രേഡിങ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതും മുഴുവനായിട്ട് കാണുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ SMCയിൽ എങ്ങനെയാണ് പുൾ ബാക്ക്, മറ്റു കാര്യങ്ങൾ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഇൻഡ്യൂസ്മെന്റ് എന്താണ് എന്നൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്ലേലിസ്റ്റ് ഞാൻ ഈ ഒരു ഐക്കാർഡിൽ വെക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ഇത് അറിയണം. പിന്നെ വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്കുകൾ മനസ്സിലാണ്. പുൾ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഹയസ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ പുൾ ബാക്ക് എന്ന് ഇവിടെ ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന ഹയസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു റെക്റ്റാങ്കിൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ക്യാൻഡിൽ പറഞ്ഞത് ഈ ഒരു ബ്ലാക്ക് കളറാണല്ലേ. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇതൊരു വാലിഡ് ആയിട്ടുള്ള പുൾ ബാക്ക് ആയി കണക്കാക്കുന്നത്. അതിൻ്റെ പുൾ ബാക്ക് പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റാണ് പുൾ ബാക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിലാണ്. അതിൻ്റെ ലോ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, പിന്നെ ഹൈ വേറൊരു ക്യാൻഡിലും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് പറയും? പുൾ ബാക്ക് എന്ന് പറയും. അപ്പോൾ നമുക്ക് ലൈൻ ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ പുൾ ബാക്ക്. ഓക്കെ, ലൈൻ ചാർട്ടിൽ നമുക്ക് വിക്ക് കാണിക്കില്ല. നമ്മൾ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ പുൾ ബാക്ക് കാണുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും
ലോവസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഈ ഒരു ബ്ലൂ ക്യാൻഡിലാണ്. അതിൻ്റെ ഹൈ ഇവിടെ ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹൈ പോയത് ഇതാണ്. പിന്നീട് അതിന് ലോ കൂടി ബ്രേക്ക് ചെയ്തപ്പോൾ പുൾ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഭാഗമാണ് പുൾ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുൾ ബാക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പുൾ ബാക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുൾ ബാക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. പുൾ ബാക്ക് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ സ്ട്രാറ്റജി വരുന്നത് പിന്നീട് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇവിടെ ഗ്യാങ് ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫെബിനാച്ചിൻ്റെ ഒക്കെ താഴെ പോയി കഴിഞ്ഞാൽ ഗ്യാങ് ബോക്സ് എന്ന് കാണാം. ഈ ഗ്യാങ് ബോക്സ് എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വരക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല വരിക. നിങ്ങൾക്ക് വരുന്നത് എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആസ് ഡീഫോൾട്ട് കൊടുക്കട്ടെ. ഒരു മിനിറ്റ്. നിങ്ങൾ ഗ്യാങ് ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ക്ലിക്ക് ചെയ്യുക. യെസ്, ഇങ്ങനെ ആയിരിക്കും ഗ്യാങ് ബോക്സ് വരിക. ഇതിവിടെ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക? ഇതിൻ്റെ സെറ്റിങ്സിൽ പോവാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന സെറ്റിങ്സ് അതിൽ രേഖപ്പെടുത്തുക. അതിൽ ഈ ഒരു 0 വേണം, അതുപോലെ 0.25 വേണ്ട, 0.50 വേണ്ട, 0.38 വേണ്ട. ഇവിടെ 0.71 കൊടുക്കുക. ഇവിടെ 0.79 കൊടുക്കുക. ഓക്കെ, പിന്നെ 1. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, റൈറ്റ് ലേബൽ ഉണ്ടായിക്കോട്ടെ. അതിന് ശേഷം ഇതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു BTC USD അങ്ങനെ എന്തെങ്കിലും BTC എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ BTC പറഞ്ഞ് ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ, നമുക്ക് അത് പിന്നെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ സാധാരണയായിട്ട് നോർമലായിട്ട് നമുക്ക് ഇങ്ങനെ വന്നത് വിചാരിക്കുക. പിന്നീട് വരക്കുമ്പോൾ നമുക്ക് വീണ്ടും അത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഇതിൽ പോയിട്ട് BTC എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൊടുത്ത ലെവലിലേക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാങ് ബോക്സ് ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾ വെക്കണം. ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് സ്ട്രക്ചർ മനസ്സിലാവണം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മനസ്സിലായാൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഗ്യാങ് ബോക്സ് ഇങ്ങനെ വരയ്ക്കുക. പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യം, പിന്നീടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ റൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജിയിൽ എൻട്രി പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഇങ്ങനെ നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ 4 ഹവറിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എപ്പോഴാണ്? ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ BOS കിട്ടും. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അവിടെ നിന്നും അത് വിക്കാണെങ്കിലും ബോഡി ക്ലോസ് ആണെങ്കിലും വിക്കിൻ്റെ മുകളിൽ ഇതിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എപ്പോഴാണ് വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുള്ളൂ? ഇതിൻ്റെ മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് 4 ഹവറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് കിട്ടുമ്പോഴാണ്. ഇനി സ്വീപ്പ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിൻ്റെ താഴെ ലോയും കൂടി സ്വീപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ആവാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഹയസ്റ്റ് പോയിന്റിൽ നിന്നും ഇവിടെ താഴെയുള്ള നമ്മുടെ ഈ ഒരു പുൾ ബാക്ക് വരെ നമ്മൾ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അപ് ട്രെൻഡ് മാർക്കറ്റിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം നമ്മൾ ഈ രീതിയിൽ അതിൻ്റെ ഹൈയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിങ് ലോയും പിന്നീട് ഇപ്പോൾ ഉണ്ടാക്കിയ ഹൈയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഗ്യാങ് ബോക്സ് വെച്ച് മാർക്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 71 ആണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. 71 എൻട്രി പോയിന്റ് കിട്ടിയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു പുൾ ബാക്കിന് താഴെയായിരിക്കും. മിനിമം നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് പോയിന്റ് 1:1 ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഈ ഹൈ എന്ന് പറയുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എത്രയാണോ അത്രയും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, ഫസ്റ്റ് മിനിമം നമ്മൾ വെക്കേണ്ടത് 1:1 ആണ്. 1:1 ഹാഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 80% ക്വാണ്ടിറ്റി നിങ്ങൾ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ എൻട്രി പോയിന്റിലേക്ക് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മാറ്റി കൊടുക്കുക.
ഓക്കെ. അപ്പം ഇതാണ് സ്ട്രാറ്റജി. ഇതിൽ നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലും സെയിം തന്നെയാണ്. ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ ലോയും മുമ്പ് ഉണ്ടാക്കിയ സ്വിംഗ് ഹൈയും കൂടി എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ദെൻ 71 നമ്മൾ എൻട്രി പോയിന്റ് ഇട്ട് വെക്കുന്നു. നമ്മൾ ഇതിൻ്റെ മുകളിൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. 1:1 ഫസ്റ്റ് ബുക്ക് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു ലോയിലേക്ക് നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലേക്ക് നമ്മൾ നെക്സ്റ്റ് വെക്കുന്നു. ഇതാണ് സ്ട്രാറ്റജി. ഡെയിലി കിട്ടണം എന്നില്ല, ഡെയിലി നിങ്ങൾക്ക് ട്രേഡ് കിട്ടണമെന്നില്ല. പക്ഷേ കിട്ടുന്ന ട്രേഡുകൾ മാക്സിമം നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി പലർക്കും സംശയം ഉണ്ടാവും. വേറെ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഗോൾഡിൽ ചെയ്യുന്ന ആളുകളുണ്ടാവും, അതുപോലെ കറൻസി ചെയ്യുന്ന, അതിലൊക്കെ വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ആളുകളോട് എല്ലാത്തിലും വർക്ക് ചെയ്യും. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ ഒരു കറൻസി ട്രേഡ് ചെയ്യുമ്പോൾ കറൻസിയിൽ നമുക്ക് വളരെ വോൾട്ടാലിറ്റി കുറവായിരിക്കും അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് 1 അവറിലേക്കൊക്കെ സ്വിച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ BTCയിലാണ് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തതായിട്ട് കണ്ടത്. മറ്റുള്ള കറൻസിയിലൊക്കെ ഞാൻ വേറെ രീതിയിലാണ് ട്രേഡ് എടുക്കാറ്. അത് SMC കോൺസെപ്റ്റും അതുപോലെ ലിക്വിഡിറ്റി കോൺസെപ്റ്റൊക്കെ ആയിട്ടാണ് കറൻസിയിലും ഗോൾഡിലും ചെയ്യാറ്. BTCയിലാണ്, ബിറ്റ്കോയിനിൽ മാത്രമാണ് ഈ രീതിയിൽ ചെയ്യാറ്. അപ്പോൾ നമുക്കിനി റിയൽ ചാർട്ടിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ? നമ്മൾ ലാസ്റ്റ് പുൾ ബാക്ക് കിട്ടിയ ശേഷം പിന്നീട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. മിനിമം 1:1 പ്രൈസിന് മൂവ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പെങ്കിലും വേണം. അടുത്ത് ആണ് എന്നെങ്കിൽ ചെറിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെങ്കിൽ ആ ട്രേഡ് നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെ ചെറുത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലേ അടുത്ത് തന്നെ. അപ്പോൾ അത്തരമുള്ള കാര്യം നമുക്കിവിടെ ഒരു സഞ്ചരിക്കാനുള്ള ഗ്യാപ്പ് വേണ്ട. അത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ സ്വയം ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾ അത്തരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് റിയൽ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓക്കെ റിയൽ ചാർട്ട് BTC/USD നമുക്കിവിടെ ഡൗൺ ട്രെൻഡ് ഇവിടെ ഓക്കെ. ലാസ്റ്റ് പുൾ ബാക്ക്. ഇപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ട് ഇപ്പോൾ എല്ലാ ട്രേഡും നമുക്ക് കിട്ടണമെന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. എല്ലാ ട്രേഡും നമുക്ക് കിട്ടണമെന്നില്ല. കിട്ടുന്ന ട്രേഡുകൾ ഇവിടെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ അല്ലേ കിട്ടിയിട്ടുണ്ട്. കാൻഡിൽ ക്ലോസ് തന്നെ വേണം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഹൈയും ലോയും മാർക്ക് ചെയ്യണം അല്ലേ. ഇതാണ് ലോ എന്ന് പറഞ്ഞത്, ഒരു പുൾ ബാക്ക് എന്ന് പറഞ്ഞത് ഇതാണ്. അതിൻ്റെ നെക്സ്റ്റ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത്. ഇവിടെ ഈ ഒരു ട്രേഡിങ് പ്രീമിയം അല്ല അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ഇട്ട് കാണിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ടുള്ള സംഭവങ്ങൾ ക്യാൻഡിലുകൾ രൂപപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയപ്പോൾ നമ്മൾ നേരെ പോകുന്നു, നമ്മുടെ ഗ്യാങ് ബോക്സ് എടുക്കുന്നു, നമ്മൾ വരക്കുന്നു. എന്ത് ചെയ്യുക, ഇവിടെ ഓക്കെ ഇങ്ങനെ വരക്കുന്നു. വരച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വരച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ നമുക്ക് ഓർഡർ ഇട്ട് വെക്കാം. നിങ്ങൾ ഇവിടെ ഹൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഹൈ പോയിട്ടുണ്ട്, അപ്പോൾ അവിടേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിവിടെ ഓർഡർ ഇട്ട് വെക്കുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1:1. ഫസ്റ്റ് നമ്മൾ 1:1 ഇങ്ങോട്ട് 1:1 വെക്കുന്നത്. ഫൈനൽ ടാർഗറ്റ് ഇവിടെ ഈ ഒരു പോയിന്റിലേക്കാണ് ഫൈനൽ ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ ഈ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാ ട്രേഡും നമുക്ക് കിട്ടണം എന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പുൾ ബാക്ക് ഉണ്ടാക്കി എവിടെയാണ്? നെക്സ്റ്റ് പുൾ ബാക്ക് ഇവിടെ അല്ലേ. നമുക്ക് പുൾ ബാക്കിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കേണ്ടത്. നെക്സ്റ്റ് ഒരു പുൾ ബാക്ക് ഉണ്ടാക്കി, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പുൾ ബാക്ക്. ജസ്റ്റ് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടാക്കി അല്ലേ, ഇങ്ങനെ ഒരു പുൾ ബാക്ക് ഉണ്ടാക്കി. നെക്സ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഇത് SMC ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല, നോർമൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. മറ്റേ ഇൻഡ്യൂസ്മെന്റ് എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹയസ്റ്റ് ക്യാൻഡിൽ എവിടെ നോക്കുക, അത് ഇവിടെയാണ് ഹയസ്റ്റ് ക്യാൻഡിൽ, ഇതല്ലേ, അതിൻ്റെ ലോ ഇവിടെയാണ് ഈ ഒരു പുൾ ബാക്ക്. അപ്പം നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എവിടെയാണ് നമ്മൾ ട്രേഡ്? 71 നമ്മൾ ട്രേഡ്. 71 ട്രേഡ് എടുത്തു. യെസ്, നമ്മുടെ
ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 1:1, നെക്സ്റ്റ് ഇങ്ങോട്ട്. ഇവിടെ 1:2.4 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1:1 കിട്ടിയതിന് ശേഷം ഇപ്പോൾ ചിലപ്പോൾ 1:1 കിട്ടി, ഇവിടെ 1:1 കിട്ടിയിട്ടുണ്ട്. ഇതെന്തായിട്ടുണ്ടാവും? കോസ്റ്റിൽ എക്സിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? മിനിമം ബാക്കിയുള്ളത് മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താ, 1:1 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് കോസ്റ്റിലേക്ക് മാറ്റിയിട്ട് വെക്കാൻ. അപ്പോൾ നമുക്ക് 80% മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എന്നാലും 1:1 കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. പിന്നീട് നമുക്ക് ഞാൻ പറഞ്ഞു ക്യാൻഡിൽ പുൾ ബാക്കിൻ്റെ ക്യാൻഡിൽ ക്ലോസ് വേണം. അങ്ങനെ സ്വീപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വീപ്പാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇവിടെ ക്യാൻഡിൽ സ്വീപ്പ് അല്ല കിട്ടിയത്. സ്വീപ്പ് ഇട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ട്രെൻഡ് റിവേഴ്സ് ആവാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ലിക്വിഡിറ്റികൾ എടുത്ത് മേലേക്ക് പോകാനോ ചാൻസ് കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ക്ലോസ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ക്ലോസ് ആണെങ്കിൽ ഇത് ജസ്റ്റ് ട്രേഡ് അല്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു തരാണ്. ട്രേഡ് കിട്ടി എല്ലാം സക്സസ് ആയിട്ട് കാണിച്ചു തരണം എന്നുള്ള ഇതൊന്നുമില്ല. ഇവിടെ 1:1 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടും. ഇതായിരിക്കും നമ്മുടെ ട്രേഡ് ഇവിടെ നിന്നായിരിക്കും ഈ ഒരു 71 എന്നായിരിക്കും. പിന്നീട് നമുക്ക് ഇവിടെ ആയിരിക്കും, ഇതിന് താഴെ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കിട്ടിയിട്ടില്ല ട്രേഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു കാണിച്ചു തരാൻ വേണ്ടി പറയാണ്. പിന്നീട് നെക്സ്റ്റ് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്താണ്. പക്ഷെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം കുറച്ച് ദൂരെയാണ് അല്ലേ? അത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ട്രേഡ് മാത്രമേ കിട്ടിയുള്ളൂ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പുൾ ബാക്ക്, ഓക്കെ, ഒരു പുൾ ബാക്ക് ഉണ്ടാക്കി. ഇതാണ് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്വീപ്പ് ചെയ്ത് മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ട് മേലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെയാണ് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ പുൾ ബാക്കിൻ്റെ ഏരിയ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എൻട്രി കിട്ടിയിട്ടില്ലേ? നമുക്ക് എൻട്രി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 1:1 ആണ് നമ്മളുടെ റേറ്റ്. 1:2 കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫൈനൽ ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ. നെക്സ്റ്റ് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹൈ ഏതായിരുന്നു? ഇതായിരുന്നു. അതിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങളിത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. എക്സ്എൻഎസ് ഇതിന് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എക്സ്എൻഎസിൽ വളരെ കുറവാണ് സ്പ്രെഡൊക്കെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടിയപ്പോൾ നമ്മൾ നേരെ പോയ ശേഷം നമ്മുടെ ഹൈ ഏതാ നോക്കുക. ഹൈ ഇവിടെ ഉണ്ട്. ഇവിടെ ഹൈ ഏറ്റവും ലോ ഏതാ നോക്കുക. ഈ പുൾ ബാക്കിൻ്റെ ഏറ്റവും സ്വിങ് ലോ അത് ഇവിടെയാണ് അല്ലേ? നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ട്രേഡ് ആക്റ്റീവായിട്ടുണ്ട്. നേരെ 1:1, 1:2, 1:3, 1:4 ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അധികം നിൽക്കരുത്. കാരണം എന്താ പറയുക, ഇത് ചിലപ്പോൾ 2 ദിവസം കൊണ്ടുമ്പോഴൊക്കെ ഒരു 1-2 ട്രേഡ് മാത്രമേ കിട്ടുള്ളൂ. ഒരു ട്രേഡൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുക. പിന്നെ 24/7 ആകുന്നതുകൊണ്ട് തന്നെ 4 hour ക്യാൻഡിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അധികം മാർക്കറ്റിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മൾ മാർക്കറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇമോഷണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് പുൾ ബാക്ക് എന്ന് പറഞ്ഞ് ഇവിടെയാണ്. നമ്മുടെ ഹൈ എന്ന് പറഞ്ഞ് ഇവിടെയാണ്. നമുക്ക് ആ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അത് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ഉണ്ടോ, ഇവിടെയാണ് ഹൈ വരുന്നത്. ഇവിടെയാണ് ഹൈ വരുന്നത്. ഇവിടുത്തെ വെക്കുമ്പോഴത്തെ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പുൾ ബാക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടല്ലോ. ഹയസ്റ്റ് ക്യാൻഡിൽ ഇതാണ്, ലോ ഇവിടെയാണ്. ഇവിടെ ഒരു പുൾ ബാക്ക് ഇട്ടിട്ടുണ്ട്. ആ പുൾ ബാക്കിന് നമ്മൾ 4 hour ക്യാൻഡിൽ ക്ലോസ് ആയി അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഹൈ ഏറ്റവും ടോപ്പ് ആയിട്ട് പോയിരിക്കുന്നത് എവിടെയാണ്? ഓക്കെ, ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വരക്കുന്നു. ഇതാണ് ഹൈ വരക്കുന്നു അല്ലേ? ദെൻ ലോ എവിടെയാണ്? ലോ ഇവിടെയാണ് വരക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ട്രേഡ് കിട്ടാതെ നമുക്ക് മുകളിൽ പോയിട്ട് അത് സ്വീപ്പ് ചെയ്തിട്ടാണ് താഴെ വന്ന് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ സ്വീപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു ട്രെൻഡ് റിവേഴ്സൽ ആവാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് SL ആയിരിക്കും അല്ലേ? അവിടെ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളത് നോക്കിയിട്ടില്ല. നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് SL ആയിരിക്കും.
ഓക്കെ, ഇത് എസ് എൽ ആണ്. ഒരു 772 വിപ്പായിരിക്കും എസ് എൽ. ഓക്കെ, ഇനി ഓക്കെ, നമുക്കിത് ഈ ഒരു സിംഗ് ലോ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രെൻഡ് റിവേഴ്സിൽ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു പുൾ ബാക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് ഒഴിവാക്കാണ്. നമുക്ക് ട്രെൻഡ് റിവേഴ്സായി, നമുക്കറിയില്ലല്ലോ, ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഈ ക്യാൻഡിൽ ഇല്ല. നമ്മൾ മനസ്സിലാക്കുന്ന ട്രെൻഡ് റിവേഴ്സായി, നമ്മൾ ഡൗൺ ട്രെൻഡിലേക്ക് ഒരു നോക്കുകയാണ്, ഒരു ട്രേഡ് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് കിട്ടുക? ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരക്കുക അല്ലേ. ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റും ലോ പോയിന്റും. ഇനി ഇവിടെ എത്തുമ്പോൾ ഡൗൺ ട്രെൻഡിലേക്കൊരു ട്രേഡ് നമ്മൾ എടുക്കും. അതായിരിക്കും നമ്മുടെ പ്ലാൻ. സോറി, അപ്പോൾ എങ്ങനെയായിരിക്കും? ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ദെൻ നമുക്ക് ഇവിടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ കിട്ടുക? നമ്മുടെ 1:1 ഇവിടെ ആയിട്ടുണ്ടാവും. 1:2 ഇതിന് താഴെ ആയിരിക്കും. പക്ഷേ 1:1 വരെ പോയിട്ടുള്ളൂ. ബാക്കി നമുക്ക് 1:1 ആയപ്പോൾ നമ്മൾ കോസ്റ്റിലേക്ക് വന്നപ്പോൾ അത് നമ്മൾ അടിച്ചു, എസ് എൽ അടിച്ചു. എസ് എൽ അല്ല, നമ്മുടെ കോസ്റ്റിൽ ഇറങ്ങി. 80% നമ്മൾ ബുക്ക് ചെയ്തു, ബാക്കി കോസ്റ്റിൽ ഇറങ്ങി. നമുക്ക് ലാഭം തന്നെയാണ്. പിന്നീട് നമ്മുടെ ഈ ഒരു പുൾ ബാക്ക്, നമ്മുടെ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അപ് ട്രെൻഡിലേക്ക് നോക്കുക അല്ലേ. അപ് ട്രെൻഡിലേക്ക് ഇവിടെ ക്ലോസ് ആവുന്നത്, ഈ അപ് ട്രെൻഡിലേക്കുള്ള ഇത് നമ്മൾ ട്രേഡ് നോക്കുന്നത് ഹയസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നപ്പോൾ ഇവിടെ സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് കാർഡ് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ അപ് ട്രെൻഡിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ ലോ ഏതാണ്? ലോ നമുക്ക് ഈ ഒരു ലോ എടുക്കാം, ഇതായിരിക്കും. അപ്പോൾ ഹയസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ഇതെടുക്കുക. ലോ ഇവിടെ അല്ല, ലോ ഇതായിരിക്കും നമ്മുടെ ലോ എടുക്കുക. അല്ലെങ്കിൽ ഇതെടുക്കാനും മതി, കാരണം ഇതെടുത്താലും ഇതായാലും മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇതെടുത്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ വെക്കാൻ ശ്രമിക്കുക. കാരണം അത്രയും ഈ ഒരു ലിക്വിഡിറ്റിയും എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ മേലേക്ക് പോവാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ 71 നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഒരിക്കലും ഇതിന് താഴെ വെക്കരുത്, ചിലപ്പോൾ അതും കൂടി എടുത്തിട്ടായിരിക്കും മേലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ 1:1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1:2 നമുക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തിരി സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഇത് ഇന്നലെ നടന്ന ട്രേഡാണത്. ഇനി ഇന്ന് ട്രേഡ് നമുക്ക് നടന്നിട്ടുണ്ടോ നോക്കാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പുൾ ബാക്ക്, ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. പുൾ ബാക്ക് കിട്ടിയ ശേഷം ഒരു ക്യാൻഡിൽ ക്ലോസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം, കാരണം ഇവിടെ പുൾ ബാക്ക് കിട്ടി. ഇവിടെ പുൾ ബാക്ക് വന്നിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഇതായിരിക്കും നമ്മുടെ, ഇങ്ങനെ വരച്ചാൽ നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ചിലപ്പോൾ എസ് എൽ അടിക്കാൻ ചാൻസ്, ഇത് സ്വീപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എസ് എൽ അടിക്കാൻ കുറവായിരിക്കും, ഇത് നമ്മൾ എടുക്കൽ കുറവായിരിക്കും. കാരണം ചെറിയൊരു ലോ ഇതാവുന്നതുകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് തന്നെയാണ് അല്ലേ. എല്ലാം കാണിച്ചു തരില്ല, ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. ഇത് എടുക്കണമെന്നില്ല, വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായാൽ മതി. അത് പിന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ എടുക്കണ്ടേ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ തന്നെ നമുക്ക് 1:2 അടിച്ചിട്ടുണ്ട്, ചെറിയൊരു എസ് എൽ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ അത് എടുത്തില്ല. ഓക്കെ, അത് നമുക്ക് പോട്ടെ. ഇതാണ് നമ്മുടെ പുൾ ബാക്ക്, കാരണം ഇത് ലോ ഹയസ്റ്റ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, ഹൈ ബ്രേക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഹൈ ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. ഇനി ഹൈ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വരക്കുന്നത് ഇവിടുന്ന് ഇവിടുത്തിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എൻട്രി ഇട്ടിട്ടുണ്ടോ? നമുക്ക് രാവിലെ എപ്പോഴാണ്? ഇന്നലെ 23 ഇന്നല്ല കേട്ടോ, ഇത് ഇപ്പോൾ അടുത്ത് റീസെൻ്റ് ആയിട്ടാണ്. ഇന്ന് ഞാൻ ജസ്റ്റ് ക്യാൻഡിലിൻ്റെ എണ്ണം കൊണ്ട് ഇന്നാണ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആയിരിക്കും നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ആയിരിക്കും എപ്പോഴും വരിക. നമുക്ക് 1:1 എന്തായാലും ആ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും 1:1 കിട്ടുക. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് എസ് എൽ അല്ല, നമ്മുടെ കോസ്റ്റിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ. കോസ്റ്റിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞത് നമുക്ക് ഇത് ക്ലോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിന് താഴെ, ഇനി ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇതിന് താഴെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു 4 hourൻ്റെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയാണ് ക്യാൻഡിൽ ക്ലോസ് ഇങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുക, നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൻ്റെ ഏറ്റവും താഴെ ഉള്ള വിൽക്കുന്ന ഇവിടെ വരെ നമ്മൾ അടിക്കും. അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും ഡൗൺ ട്രേഡ് ആയിരിക്കും നമ്മൾ നോക്കാം. പക്ഷേ അതിന് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഈ പുൾ ബാക്ക് ക്ലോസ് ചെയ്യണം. ശരിക്കും ഈ പുൾ ബാക്കിന് താഴെ ക്ലോസ് ചെയ്താൽ മാത്രമേ ഡൗൺ ട്രെൻഡിലേക്ക് നോക്കുള്ളൂ.
അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്വീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മേലെ പോയി ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഒരു അപ്പ് ട്രെൻഡിലേക്കൊക്കെ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒരുപാട് സ്ട്രാറ്റജികൾ ട്രൈ ചെയ്യാത്തതിലുള്ള സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് നോക്കിയിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ട്രേഡ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, 4 hour ക്യാൻഡിലാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല രീതിയിലുള്ള ആക്യുറസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഒരു BTC USDയിൽ ഇപ്പോൾ ഒരു 60 മുതൽ 80%. ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തതിൽ ആകെ ഒരു SL മാത്രമല്ല നമുക്ക് കിട്ടിയതുള്ളൂ. ആ രീതിയിലുള്ള ഇപ്പോൾ 5-6 ട്രേഡ് നമുക്ക് കിട്ടി. പക്ഷേ ഈ മാസത്തിലാണ് 5-6 ട്രേഡ് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ ഡെയിലി ട്രേഡ് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ടൈം ഫ്രെയിം BTCയിലല്ലാതെ മറ്റുള്ള ഗോൾഡിലോ അല്ലെങ്കിൽ കറൻസിയിലോ ഒക്കെ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്ത് നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ 60 to 80% എനിക്ക് ആക്യുറസി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ XNSൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും XNSൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് XNSൽ ക്രിയേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എനിക്ക് എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.